ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ ഉൾപ്പെടുന്ന കമ്പനി ആനുകൂല്യങ്ങൾക്ക് ബന്ധപ്പെട്ട നികുതി നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റങ്ങൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ ആദായ നികുതി നിയമങ്ങൾ ശമ്പളക്കാരായ ജീവനക്കാരെ പല രീതിയിൽ ബാധിക്കും. കമ്പനി വക കാറുകളുടെ സ്വകാര്യ ഉപയോഗത്തിന് നികുതി ഭാരം വർദ്ധിപ്പിക്കുമ്പോൾ വൗച്ചറുകൾക്കും പലിശയില്ലാത്ത വായ്പകൾക്കും ഇളവുകൾ നൽകുന്ന രീതിയിലാണ് പുതിയ നിർദ്ദേശങ്ങൾ. കമ്പനി നൽകുന്ന കാറുകൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്ക് നിലവിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നികുതി ഈടാക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ പ്രധാനമായും സാലറി പാക്കേജിൽ ഉൾപ്പെടുന്ന പെർക്കിസ്റ്റുകൾ സംബന്ധിച്ചവയാണ്. ഇതോടെ ഉയർന്ന ശമ്പളമുള്ള ജീവനക്കാരുടെ നികുതി ബാധ്യത കൂടും. ഇതുമൂലം കമ്പനിയുടെ പേരിലുള്ള കാറുകൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്ക് ഇനി കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും. നികുതി പ്രതിമാസം 2400 രൂപയിൽ നിന്നും 7000 രൂപയായി ഉയരും. കമ്പനി ഡ്രൈവറെ കൂടി നൽകുന്നുണ്ടെങ്കിൽ അത് 900 രൂപയിൽ നിന്ന് 3000 രൂപയായും വർദ്ധിക്കും. നിലവിലുള്ള നിയമപ്രകാരം എഞ്ചിൻ ശേഷിയും ഉപയോഗ രീതിയും അടിസ്ഥാനമാക്കി നിശ്ചിത തുക പെർക്കിസ്റ്റ് വാല്യൂ ആയി കണക്കാക്കപ്പെടുന്നുണ്ട്. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ മൂല്യം യഥാർത്ഥ വിപണി ചെലവിനോട് ചേർന്ന് ഉയർത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ഉയർന്ന ശമ്പളമുള്ള ജീവനക്കാരെ ഇത് കൂടുതൽ ബാധിക്കും. അതേസമയം ജീവനക്കാർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് വൗച്ചറുകൾക്കും ഫെസ്റ്റിവൽ സമ്മാനങ്ങൾക്കുമുള്ള നികുതി ഇളവിൽ വർധന ഉണ്ടാകാം. നിലവിൽ 5000 രൂപ വരെയുള്ള സമ്മാനങ്ങൾക്ക് മാത്രമാണ് നികുതി ഒഴിവ്. പുതിയ മാറ്റങ്ങൾ പ്രകാരം ഈ പരിധി ഉയർത്തുകയോ ചില വൗച്ചറുകൾ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ജീവനക്കാർക്ക് കിട്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രയോജനകരമാകും. കമ്പനി വായ്പകൾ ഉപയോഗിക്കുന്ന മിഡിൽ ക്ലാസ് ജീവനക്കാർക്കും വൗച്ചർ അല്ലെങ്കിൽ സമ്മാന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കുമാണ് ഈ മാറ്റം ഏറെ പ്രയോജനകരമാവുന്നത്. എന്നാൽ കമ്പനി കാറുകൾ സ്വകാര്യ ഉപയോഗത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ഹൈ ഇൻകം ജീവനക്കാരെ ഇത് ബാധിക്കും. ഇതുകൂടാതെ പലിശയില്ലാത്ത വായ്പകളിൽ ഏറ്റവും വലിയ ഇളവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ 20,000 രൂപ വരെയുള്ള വായ്പകൾക്കാണ് നികുതി ഇളവ് ലഭിക്കുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഈ പരിധി 2 ലക്ഷം വരെ ഉയർന്നേക്കും. അടിയന്തര ആവശ്യങ്ങൾക്കായി കമ്പനിയിൽ നിന്ന് വായ്പ എടുക്കുന്ന ജീവനക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും. ശമ്പളത്തിൽ ഉൾപ്പെടുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് നികുതി ഒഴിവാക്കാനുള്ള പ്രവണത നിയന്ത്രിക്കാനും ഒരേ സമയം സാധാരണ ജീവനക്കാരെ സഹായിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് സൂചന. കമ്പനി കാറുകളുടെ ഉപയോഗത്തിന് നികുതി ഭാരം കൂടുമ്പോൾ വൗച്ചറുകൾക്കും പലിശയില്ലാത്ത വായ്പകൾക്കും ഇളവ് നൽകി സന്തുലിത സമീപനം സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം.